പത്തനംതിട്ട ജില്ലയിലെ എടക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് അടൈപ്പാട് എന്ന് പറയുന്ന ഒരു ചെറിയ വാട്ടർഫോൾസ് ആണിത്. കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പൊ ഞങ്ങളത് കാണാൻ വേണ്ടി വന്നതാ. എന്താണ് എല്ലാം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. നമുക്ക് കാണാം. ജസ്റ്റ് വീഡിയോ നോക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഷൂട്ടിങ്ങുകളും കാര്യങ്ങളും റീൽസും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വലുതായിട്ട് ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. വലുതായിട്ട് അങ്ങനെ എനിക്കറിയില്ല. ഒരു ഹിഡൻ പ്ലേസ് എന്നാണ് കേട്ടിട്ടുള്ളത്. എന്നാലും ഇപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. പരമാവധി ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നു. ചെറുതായിട്ട് മഴയൊക്കെ ചെറുതായിട്ട് മഴയുണ്ട്. ഞങ്ങളും ചെറുതായിട്ട് പെട്ട് കിടക്കുക. കുറച്ച് കഴിഞ്ഞ് വന്ന് വീഡിയോ എടുക്കേണ്ടി വരും. ഒരുപാട് ആൾക്കാർ കുളിക്കാനും കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ. നമുക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഇവിടെ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ഭയങ്കര ഇതാണ് കേട്ടോ. ചുമ്മാ ഒരു പ്രത്യേക വൈബ് സ്ഥലം. നല്ല തണുപ്പുണ്ട്. വഴുവഴുപ്പുള്ള സ്ഥലമാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ കാണാം. വൈകിട്ടപ്പോ ആൾക്കാർ കൂടൂല. അപ്പം വണ്ടി പാർക്കിംഗ് ഒക്കെ എങ്ങനെ ഇങ്ങനെ തന്നെ പാർക്ക് റോഡ് എന്താ പറയാ പിന്നെ ഫാമിലിയേ ഉള്ളു. കുഴപ്പമില്ല. ഇപ്പോഴാണോ ഫേമസ് ആയിരുന്നോ? കുറെ നാളായത് പണ്ടേ ഉണ്ട്. പക്ഷെ ഇത്രത്തോളം ആയത് ഇപ്പോഴേ കൂടിയില്ലേ? പിന്നെ ഈ ഫാമിലിയോ കുഴപ്പമില്ല. അല്ലാതെ വരുന്ന ഈ നാട്ടിലൊക്കെ വലിയത് കുപ്പിയും ബോട്ടിലൊക്കെ കുറച്ച് വാരി ആണും വെള്ളം വന്നാ വെള്ളങ്ങളുണ്ട്. വലിയ ഫാനിയാണ്. വലിയ ശല്യം. നല്ല കാര്യം. ഈ ഫാമിലി കൂടിയപ്പോ ഈ ആൾക്കാരുടെ കുറച്ച് മറ്റേത് ഇവര് വന്നു കഴിഞ്ഞാൽ ഭയങ്കര. ഇപ്പൊ ഒരു ചേട്ടനെ കണ്ട്, ബിജു എന്നാണ് ചേട്ടന്റെ പേര്. ആ ചേട്ടനെ ഒരുപാട് വർഷമായിട്ട്, ജനിച്ചത് വളർന്നതെല്ലാം ഇവിടെ. പുള്ളിയായിട്ടാണ് സംസാരിച്ച. ഇപ്പൊ ഇതൊരു ഭയങ്കര ഫേമസ് സ്ഥലമാണെന്നാണ് പറയുന്നത്. വൈകിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരും. നമ്മളിപ്പോ അങ്ങനെ വലുതായിട്ട് ആൾക്കാരെ കണ്ടില്ല. എന്നാലും ഓക്കെ, ആ ചേട്ടനോട് സംസാരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ചേട്ടന് പ്രത്യേക നല്ലൊരു ക്യാരക്ടറും നല്ല സംസാരവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് അടൈപ്പാട് അപ്പൂപ്പൻ കാവ്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ, വാട്ടർഫാളിന്റെ അടുത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണുന്ന ഒരു ഇതാണ്. നമ്മൾ തിരികെയാണ്. നമ്മളിവിടുന്ന് തിരിച്ചു. ചെറിയ വെയിൽ വന്നിട്ടുണ്ട്. മഴയുള്ളപ്പോ ഒരു രസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇച്ചിരി വെയിലായി. അപ്പൊ നമുക്ക് ഒരുപാട് നേരമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. നമ്മളിനി എങ്ങോട്ടാവാ? ഇനി നമുക്ക് ആദ്യം ഇച്ചിരി വെള്ളം കുടിക്കണം. ഭയങ്കര ദാഹം. പക്ഷെ നമ്മള് കുഴപ്പമില്ല, മഴയത്ത് ഇന്ന് പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ഇച്ചിരി വെയിൽ തട്ടിയപ്പോ വെള്ളം കുടിക്കാൻ പോകും. പിന്നെ ഫുഡ് കഴിക്കണ്ടേ? സമയം എന്തായി? 1:30 മണി കഴിഞ്ഞ്, 2 മണിയാവാറായി. ഇനി ഫുഡ് കഴിക്കണം. ഹണി ജ്യൂസറാ സ്പെഷ്യലാണ്. ഏലക്കപ്പൊടി എല്ലാം ഉണ്ടല്ലോ. അതായിട്ടില്ലല്ലേ? ചിയാ സീഡ്സ് ഒക്കെ ഉണ്ട്. കറണ്ട് ഇല്ല ഇവിടെ. കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് അത്. അല്ലെങ്കിൽ അപ്പൊ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക സാധനം. അപ്പൊ ഇത് ജ്യൂസ് ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കും. ഒറിജിനൽ തേന വെച്ചേക്കാം. അതാണ് അടിപൊളി അടിപൊളി.
ഓ മറ്റേ രസടാ നല്ല റിഫ്രഷ്മെന്റ്. കടമ്പനാട് അടയപ്പാട് പോകുന്ന റൂട്ടാണ്. അവിടെ കടമ്പനാട് എത്തുമ്പോൾ HP പമ്പുണ്ട്. പമ്പിന്റെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു കടയാണ്. പക്ഷെ ഇവിടെ കുറെ സംഭവങ്ങളുണ്ട്. മില്ലറ്റുകള് പൊടി, മില്ലറ്റ് അവല്, മില്ലറ്റ് റവ, മില്ലറ്റ് നൂഡിൽസ് ഒക്കെ പറഞ്ഞിട്ട് കുറെ മില്ലറ്റിന്റെ കുറെ എല്ലാം ഓർഗാനിക് അല്ലേ? പുട്ടുപൊടി, ദോശപ്പൊടി, എല്ലാം ഓർഗാനിക്. അത് മാത്രമല്ല ഗുജറാത്തിലെ മൂപ്പല്ലി എന്ന് പറഞ്ഞൊരു കപ്പലണ്ടി ഉണ്ട്, വലിയ കപ്പലണ്ടി. അത് വരുന്നുണ്ട് ഇവിടെ. എല്ലാ സാധനങ്ങളും ഉണ്ട്. അതോ സ്നേഹമുള്ള ഒരു ചേട്ടനും. മൂപ്പലിയും കപ്പലണ്ടി ഒന്നാ. ഇവിടെയാണ് നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഒരു ഹാഫ് ബീഫ് മന്തി, കാരണം സ്പൈസി എന്ന് പറയുന്നതുകൊണ്ട് ഹാഫ് ബീഫ് മന്തി മേടിക്കുന്നുണ്ട്. ചിക്കൻ മന്തി. അപ്പൊ നമുക്കിത് കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ട് ബാക്കി പറയാം. നല്ല കിട്ടിന്റെ മന്തി റൈസ് ആണ്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നല്ല ഫുൾ ആയിട്ടുണ്ട്. ഇനി നമ്മള് വീട്ടിലേക്ക് പോവാണ്. ഇതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചതാ വീടെത്താൻ പോകുന്നു. വീടെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വണ്ടിയിടുന്നു. ഓക്കെ, നമ്മള് ട്രാവലെല്ലാം കഴിഞ്ഞു, ഫുഡെല്ലാം കഴിച്ചു, എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ തിരിച്ച് വീട്ടിലോട്ട് കയറുകയാണ്. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ ഇടുന്നതിന് വരെ നെക്സ്റ്റ്. എല്ലാരും വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി ഇടുന്നതായിരിക്കും. ബൈ ബൈ.